പരിശുദ്ധാത്മാവും പ്രവർത്തനങ്ങളും. ബൈബിൾ എന്താണ് അതിന് നമുക്ക് നൽകുന്ന ഉത്തരം? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും അടുത്തത് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപബോധം ആരിലാണ് വെളിപ്പെടേണ്ടത്? നീതിബോധം ആരിലാണ് വ്യാപരിക്കേണ്ടത്? 3, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ആരിലാണ് വെളിപ്പെടേണ്ടത്? താഴത്തെ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവർ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ച്, യേശുവിനെ ഒരിക്കലും വിശ്വസിക്കാത്ത, യേശു ദൈവമാണെന്ന് ഉൾക്കൊള്ളാത്തൊരു സമൂഹത്തിനകത്ത് പരിശുദ്ധാത്മ പ്രവർത്തനം തുടങ്ങിയാൽ ആദ്യമുണ്ടാകുന്നത് അവർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമാണ്. എന്തിനാ ആ ബോധം? പാപബോധം വന്നാലേ പാപത്തിന് രക്ഷിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിലേക്ക് അവർക്ക് തിരിയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ അറിയുകയും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും ചെയ്യുന്നതുകൊണ്ട്. ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞിട്ട് യേശു പറയുകയാണ്, നിങ്ങൾക്കെന്നെ അറിയാം, ഞാൻ പോകുന്ന എൻ്റെ അപ്പൻ്റെ അടുക്കലേക്കാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധമല്ല, നിങ്ങൾക്കുണ്ടാകുന്നത് നീതിബോധമാണ്. യേശു നിങ്ങളുടെ പാപത്തിന് പരിഹാരകനായി, യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാപം പരിഹരിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിവിനകത്തുനിന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ട നീതിബോധമാണ്. 3-മത്തത് പൈശാചിക ലോകത്തോടുള്ള ബന്ധത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് അവന് ന്യായവിധിയെക്കുറിച്ച് തിരിച്ചറിയുക. പൈശാചിക ലോകത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചാൽ അവർക്ക് ആപ്യം ഉണ്ടാകുന്നത് അവർ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അവരുടെ മുമ്പിൽ ന്യായവിധി വെളിപ്പെടാൻ പോവുകയാണ്. ശിക്ഷയ്ക്ക് അവർ അർഹരാണ് എന്ന ഭയാനകമായ സത്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പൈശാചിക ലോകത്തിന് വെളിപ്പെടുന്നത്. ദൈവവേദലേ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു. യേശുവിനെ അറിയാത്ത ദൈവവേദലേ, നിന്നോട് പാപം ക്ഷമിക്കുവാൻ യേശുവിൽ വിശ്വസിച്ചാൽ പാപങ്ങളുടെ ക്ഷമ നിനക്ക് കിട്ടും. ഒറ്റ സെക്കൻഡിനകത്ത് ക്ഷമിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ പൈതലായാൽ നീതിബോധത്തിൽ ജീവിക്കുക. നീതിമാൻ്റെ അവകാശത്തിന് മേൽ ദുഷ്ടന് ചെങ്കൊല്ലിരിക്കത്തില്ല. തിരിച്ചറിയുക, പൈശാചിക ലോകം എത്ര തന്നെ ശക്തമാണേലും ദൈവവചനം പറയുന്നു, നിങ്ങൾ ന്യായം വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ ദൈവിക ന്യായം ഇനി വെളിപ്പെടാൻ പോവുകയാണ്. ശിക്ഷയ്ക്ക് നിങ്ങൾ അർഹരാണ്. തിരിച്ചറിയുക. ഒരു ദൈവവേദയിലെ നമുക്ക് പ്രത്യാശയ്ക്ക് ഭാഗ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നീതിബോധത്തിൽ വളർത്തും. നീതിബോധം വളരുന്നതിനനുസരിച്ച് ദൈവവുമായിട്ട് നമുക്ക് അടുപ്പം വരും. ദൈവവുമായിട്ട് അടുപ്പം വന്നാൽ ദൈവശബ്ദം പരിശുദ്ധാത്മാവിലൂടെ താങ്കൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ സഭകളിൽ വേണ്ടവോളം വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ.